ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് എള്ളിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലോ? പലപ്പോഴും നമ്മുടെ ആഹാരത്തിൽ എള്ള് ഉൾപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞല്ല നമ്മൾ കഴിക്കുന്നതല്ലേ? പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാലോ നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴെങ്കിലും ആഹാരത്തിൽ ഇതൊരു ഭാഗമാക്കി മാറ്റും. എള്ളെന്ന് പറയുമ്പോൾ കാണാൻ ചെറുതാണെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങൾ അത്ര ചെറുതൊന്നുമല്ല. പണ്ട് ആയുർവേദത്തിൽ പോലും ഇതിൻ്റെ ഗുണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ വിപണിയിൽ അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായിട്ട് രണ്ട് എള്ളുകളുണ്ട്, പലതരം എള്ളുകളുണ്ട്. അതിൽ ഏറ്റവും നമ്മൾ കണ്ടു പരിചയമുള്ളത് കറുത്ത എള്ളും വെളുത്ത എള്ളുമാണ്. ഇതിൽ തന്നെ കറുത്ത എള്ളിനാണ് ഗുണങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത്. ഈ എള്ളിൽ ധാരാളമായിട്ട് കാൽസ്യം, മഗ്നീഷ്യം, അയൺ പോലുള്ള ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ നമുക്കറിയാം. നമ്മൾ ശരീരത്തിലെ എല്ലുകൾക്കും പല്ലുകൾക്കും മുടിക്ക് ബോഡിയിലെ പല ഭാഗങ്ങൾക്കും ഈ കാൽസ്യം, മഗ്നീഷ്യം, അയൺ പോലുള്ള ധാതുക്കൾ അത്യാവശ്യമാണ്. ഇത് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന രീതിയിൽ അതിലൊരു സോഴ്സാണ് എള്ള് നമ്മൾ കഴിക്കുമ്പം നമുക്ക് പല രീതിയിൽ നമ്മൾ കഴിക്കാറുണ്ട്. എള്ളുണ്ട, എള്ള് പായസം, ഡെസേർട്ട് എള്ള്, അല്ലെങ്കിൽ സാലഡ് പോലുള്ള സലാഡ്സിൽ ഇടാറുണ്ട്, സാലഡ്സിൽ. അപ്പോൾ അതിലൊക്കെ ഉപയോഗിക്കുന്നത് എള്ളുള്ളിൽ ചെല്ലാറുണ്ട്. എന്നാലും എള്ള് എത്ര അളവിൽ കഴിക്കാം, എങ്ങനെ കഴിക്കാം എന്നൊക്കെ നമുക്ക് ചെറിയ ഡൗട്ട് തോന്നുമല്ലേ? എള്ള് കഴിക്കുന്നത് നമ്മൾ അമിതമായാൽ എല്ലാം വിഷമാണെന്ന് പറയുന്നത് എള്ളിൻ്റെ കാര്യത്തിലും അമിതമാകാൻ പാടില്ല. ഒരു സ്പൂൺ അളവിൽ നമ്മൾ ഡെയിലി എള്ള് കഴിക്കുന്നത് നല്ലതാണ്. ഇത് കുട്ടികളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും, പ്രമേഹ രോഗികളുടെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും, പിന്നെ PCOD ഉള്ള സ്ത്രീകൾക്ക് നല്ലതാണ്. PCOD മൂലം ഹോർമോൺ ചേഞ്ചിന് ഇത് പരിഹാരമാണ്. പിന്നെ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന ഇത് എള്ള് കഴിക്കുന്നതിലൂടെ മാറും. പിന്നെ മുടിയുടെ കാര്യത്തിൽ എള്ള് വളരെ ഗുണം ചെയ്യും. മുടിയുടെ കറുപ്പ്, മുടിയുടെ ബലത്തിന്, മുടിക്ക് നിറം, പിന്നെ മുടിയുടെ ആരോഗ്യം, മുടി വളർച്ചയ്ക്കൊക്കെ എള്ള് കഴിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഗുണങ്ങളാണ്, അല്ലാതെ ഞാൻ ചുമ്മാ വന്നിരുന്ന വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഇത് സത്യസന്ധമായ കാര്യമാണ്. എള്ള് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ നിത്യയൗവനം, ആർക്കും വയസ്സാവുന്ന വലിയ താല്പര്യമുള്ള ആൾക്കാരല്ല. അപ്പോൾ നമ്മുടെ വയസ്സാവില്ലെന്നല്ല, വാർദ്ധക്യ സഹജമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു കൈകളിലെ ചുളിവ്, മുഖത്തുണ്ടാകുന്ന ചുളിവ്, ഇതൊക്കെ വരുന്നതിന് ഒരു പരിധി വരെ എള്ള് നല്ലതാണ്. അതുകൊണ്ട് തന്നെ എള്ള് എങ്ങനെ കഴിക്കാമെന്ന് ചോദിച്ചാൽ, എള്ള് ഏറ്റവും ഫലപ്രദമായ രീതി തലേ ദിവസം ഒരു സ്പൂൺ എള്ള് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് രാവിലെ കഴിക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്കൊക്കെ ഇത് അത്ര ഇഷ്ടപ്പെടത്തില്ല. അവർക്ക് എള്ള് പായസം അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അത് ഏത് രീതിയിൽ ഉപയോഗിക്കണമെന്ന് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ അമിതമാകാൻ പാടില്ല. എടുത്തു പറയുന്നു, ഏത് ഭക്ഷണ പദാർത്ഥങ്ങളായാലും ഏത് ഉൽപ്പന്നങ്ങളായാലും അമിതമാകാൻ പാടില്ല. നമ്മുടെ ബോഡിക്കൊരു പരിധിയുണ്ട് എല്ലാം അബ്സോർബ് ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് എന്തെല്ലാം മാറ്റങ്ങളുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരിക്കലും കള്ളം പറയുന്നതല്ല, നിങ്ങളെല്ലാവരും ഉപയോഗിക്കണം. എന്നിട്ട് നിങ്ങളെ ഫ്രണ്ട്സിന്